നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ് ഉള്ളത് പറയണം. അസ്സലാമലൈക്കും. ഇത് ഫിഡൽ കാസ്ട്രോനെ അനുകരിക്കുന്നതാണോ അതോ അത് യൂസുഫ് ഭായിനെ തന്നെ അനുകരിക്കുന്നതാണ്. പ്രായം ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചോളും. 60ന്റെ പടിവാതിക്കൽ എന്നറിയാം. എടുക്കെടുക്ക് പറഞ്ഞിട്ട് അങ്ങനെ നാറ്റിക്കരുത്. ആ യൂസുഫ് ഭായ് വരുമ്പോൾ എന്താ മണം? രണ്ട് പേരാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന് ഡിസ്കോ യൂസുഫ്, അല്ലെങ്കിൽ സകലകലാവല്ലഭൻ. രത്തൻ ടാറ്റ എങ്ങനെയാണ് യൂസുഫ് ഭായിനെ തേടിയെത്തുന്നത് ശരിക്കും? അള്ളാഹു ആലം. അംബറോ കസ്തൂരിയോ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പിടിപ്പുള്ള സുഗന്ധം. എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചാൽ ഉണ്ടാവുന്ന ആ കണ്ണുനീരാണ് ഏറ്റവും നല്ല പ്രിയപ്പെട്ട മണം. നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നൊരമ്മ ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ്റെ അടുത്തേക്ക് വന്നു. ഒരു മാസത്തെ വിസിറ്റിനാണ് വന്നത്. ദുബായിലെത്തിയ അമ്മയോട് മകൻ ചോദിച്ചു, ബുർജ് ഖലീഫ കാണണോ, ഏത് സ്ഥലം കാണാനാണ് നമുക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. പക്ഷേ ആ അമ്മ പറഞ്ഞത് ഒരു പെർഫ്യൂം മേക്കറെ കാണണമെന്നായിരുന്നു. മകൻ അമ്മയുമായി ആ സ്ഥാപനത്തിലേക്ക് എത്തി. അമ്മയുടെ കയ്യിൽ കടലാസിൽ പൊതിഞ്ഞ ഒരു ബനിയനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബനിയൻ. ആ ബനിയനുമായി സ്ത്രീ പെർഫ്യൂം മേക്കറോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മണമൊന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. കേവലം 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം സ്ത്രീ പറഞ്ഞതുപോലെ അതേ മണം തിരിച്ചു നൽകി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് ആ അമ്മ പിന്നീട് ആ കടയിൽ നിന്നും ഇറങ്ങിയത്. വികാരങ്ങൾക്ക് സുഗന്ധം പരത്തുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ ചാവക്കാടുകാരൻ. പിന്നീട് അമേരിക്കൻ പോപ്പ് സ്റ്റെഫാനി, ഷാരൂഖ് ഖാൻ, നമ്മുടെ സ്വന്തം മോഹൻലാൽ അടക്കം എത്രയോ പേർ ആ സുഗന്ധം തേടി പെർഫ്യൂം മേക്കറുടെ അടുത്തേക്കെത്തി. ചാവക്കാടുകാരനായ യൂസുഫ് ഭായ് ആണ് ഞാൻ വിത്ത് അരുൺ രാഘവനിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത്. യൂസുഫ് ഭായ്, അസ്സലാമലൈക്കും. നമസ്കാരം. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ് ഉള്ളത് പറയണമല്ലോ. ഇത് ഫിഡൽ കാസ്ട്രോനെ അനുകരിക്കുന്നതാണോ അതോ ചെഗുവേരെ അനുകരിക്കുന്നതാണോ? ഈ ഒരു ഗെറ്റപ്പിലാണ് അല്ല, ഏത് സമയത്തും അത് യൂസുഫ് ഭായിനെ തന്നെ അനുകരിക്കുകയാണ്. കാരണം വരും തലമുറകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. ഒരു ബ്രാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രൂപം നമ്മൾ ഏകദേശം എടുത്തത് മാത്രം. പിന്നെ ഡ്രസ്സിങ്ങിനോട് അമിതമായ താല്പര്യം അന്നും ഇന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവില്ല. നമ്മളെ പല ഓർമ്മകൾ പിറകിലേക്ക് കൊണ്ടുപോകും ചില മണങ്ങൾ. ആ മണങ്ങൾ തേടി നമ്മൾ പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. യൂസുഫ് ഭായ് ചാവക്കാട് കടപ്പുറത്തെ ഓടി നടന്നവൻ, ഇടവഴിയിലൂടെ സൈക്കിളൊക്കെ ചവിട്ടി നടന്ന ഒരു പയ്യൻ എങ്ങനെയാണ് ഇന്ന് ലോകമറിയുന്നത് എന്ന് തന്നെ ഞാൻ പറയും പെർഫ്യൂമറായിട്ട് മാറിയത്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഏത് പെർഫ്യൂം വില കൊടുത്ത് മേടിക്കാൻ പറ്റും. അതെ, വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്തൊരു പെർഫ്യൂം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരുടെ സ്വന്തം അവരുടെ മണങ്ങളാണ് നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ കിട്ടാത്തത്. അതായത് ഒരുപക്ഷെ അച്ഛൻ്റേതാവാം, അമ്മയുടേതാവാം, ഹസ്ബൻഡിൻ്റേതാവാം, ഗേൾ ഫ്രണ്ട് ആവാം, ബോയ് ഫ്രണ്ട് ആവാം. അവരുടെ മണങ്ങൾ തേടി വരുമ്പോഴാണ് യൂസുഫ് ഭായ് എന്നുള്ള ആൾ ഈ സക്സസ്. അത് പ്രത്യേകിച്ച് ദുബൈയിൽ എന്ന മാർക്കറ്റിൽ ഒരുപാട് വർഗ്ഗക്കാരും ഒരുപാട് വർണ്ണഭേദമന്യേ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച, എല്ലാവരും യൂസുഫ് ഭായിനെ ആ സുഗന്ധം തേടാൻ ഒരുപക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പൊങ്ങച്ചമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. യൂസുഫ് ഭായ് അങ്ങനത്തെ ഒരു മണം, അത് എങ്ങനെയാണ് യൂസുഫ് ഭായ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ട്രൈ ചെയ്യുന്നത് മാത്രം. അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും ഞാനതിന് സക്സസ് ആണ് ഇതുവരെ. പഠിച്ചത് അതിനെ നിലനിർത്തി തട്ടുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കണം. യൂസുഫ് ഭായ്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. ഞാൻ അമ്മയോട് പറഞ്ഞത് അച്ഛൻ്റെ ഷർട്ടും മുണ്ടൊന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഷർട്ട് ഇടാൻ പറ്റില്ല, പക്ഷേ ഞാൻ മുണ്ടൊക്കെ എടുത്ത് കിടക്കും. ഞാൻ 2-3 മുണ്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ഫീലുണ്ട്, ആ ഒരു മണം അതിലേക്ക് എവിടേക്കോ നിൽക്കുന്ന പോലെ അച്ഛൻ്റെ ഒരു മണം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് താങ്കളെ അന്വേഷിച്ച് വന്നില്ലേ ഈ മണം തിരിച്ചു പിടിക്കാൻ വേണ്ടി? ഒരുപാട്. ഈ വരുന്ന 10 മിനിറ്റ് മുമ്പ് പോലും എന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ ഉപയോഗിച്ചിരുന്ന ഒരു പെർഫ്യൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ, ചെറിയ ബോട്ടിലുമായിട്ട് USA ഒരു അറബിക് ലേഡി USA അവരവിടെ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്നതാവാം. അവർ ആ പെർഫ്യൂം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അവർ ആ ബോട്ടിൽ കൊണ്ട്, കാരണം പഴയ ബോട്ടിലുകളൊന്നും ബ്രാൻഡഡ് ആയിരിക്കില്ല, പേരും അഡ്രസ്സും ഒന്നും. ഈ തേടി വരുന്ന മണങ്ങൾ ഒരുപക്ഷെ ഒരു ബ്രാൻഡിൻ്റെ പേരോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ബോട്ടിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ സ്മരണകൾ മാത്രമാണ്. അതിന് ഞാൻ പെർഫ്യൂം എന്നൊരു പറയില്ല, ഒരു സ്റ്റോറി ആയിട്ടാണ് അവർ. ആ സ്റ്റോറി നമ്മൾ റീക്രിയേറ്റീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതൊരിക്കലും ഞാനെന്ന
എപ്പോഴാണ് ഞാൻ പെർഫ്യൂമറാന്ന് ഫീൽ ചെയ്യുന്നത് അറിയോ? ഇങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാക്കി കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡ്രോപ്പ് ഓഫ് കണ്ണുനീര്, അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അമ്പറോ കസ്തൂരിയോ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധം എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചാൽ ഉണ്ടാവുന്ന ആ കണ്ണുനീരാണ് ഏറ്റവും നല്ല പ്രിയപ്പെട്ട മണം. ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നു പ്രവാസി ലോകത്ത് തുടക്കം. യെസ്, ട്രൂ. പിന്നെ പെർഫ്യൂം മേക്കറായിട്ട് മാറുന്നത്, ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്? ഞാൻ പഠിക്കുന്ന കാലത്ത് ആർട്ടിസ്റ്റായിരുന്നു. ആർട്ടിസ്റ്റ് മീൻസ് സകലകലാവല്ലഭൻ. അതെ, എന്നെ സ്കൂൾ ടീച്ചറും എല്ലാവരും വിളിക്കുന്നത് സകലകല, എല്ലാ കുട്ടികളും. 2 പേരാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന് ഡിസ്കോ യൂസുഫ്, ഇത് കേൾക്കുന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാം. ഡിസ്കോ യൂസുഫ് അല്ലെങ്കിൽ സകലകലാവല്ലഭൻ. അത് അന്ന് ഡാൻസ്, ഭരതനാട്യം, തോടയം പഠിക്കാൻ പോയിരുന്നു. പിന്നെ ക്ലേ മോഡലിങ്, പെൻസിലിങ്, സ്പോർട്സ് ഇതിനേക്കാൾ ക്രൈസ് ആയിരുന്നു. 100 മീറ്ററും 200 മീറ്ററും 3000 മീറ്ററും പോൾ വാൾട്ടും ഹൈ ജമ്പ്, ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 60ൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും ഇതൊക്കെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വെറ്ററൻസ് മീറ്റിൽ പല സ്ഥലങ്ങളിലും പോകുന്നത് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവാസികൾക്ക് ഞങ്ങളുടെ യൂസുഫക്ക എന്ന് നിങ്ങൾക്ക് പ്രൗഡോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാരണം എന്താണെന്നറിയോ? പ്രവാസികൾ ആരും അതിനുവേണ്ടി മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ റിസൾട്ടിൻ്റെ കാരണം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തികളും ഇപ്പോഴും അതേ പാഷനോടും അതേ ഇൻട്രസ്റ്റോടും കൂടിയിട്ടും ഞാൻ ഇന്നും പോൾ വാൾട്ട് ചാടാൻ മത്സരങ്ങളിൽ പങ്കെടുക്കും. പോൾ വാൾട്ട് ഇന്നത്തെ ജനറേഷന് കുട്ടികൾക്ക് എന്തെന്ന് പറയാം, നമ്മളുടെ പുതിയ കുട്ടികൾ എന്ന് പറയാം ന്യൂ ജെൻ, എന്താ പറയുക, ജെൻസി. ജെൻസി പിള്ളേർക്ക് പോൾ വാൾട്ട് എന്താണെന്ന് അറിയില്ല, ജാവലിൻ ത്രോ എന്താണെന്ന് അറിയില്ല. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് യൂസുഫ് ഭായ്. ഒരു പെർഫ്യൂം മാസ്റ്റർ എന്ന നിലയിൽ അറിഞ്ഞു തുടങ്ങിയത്, മലയാളികൾ മാത്രമല്ല പുറം ലോകവും അറിഞ്ഞു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ പോപ്പ് സ്റ്റെഫാനി വരുന്നു, അത് കഴിഞ്ഞ് ഷാരൂഖ് ഖാൻ വരുന്നു, നമ്മുടെ മോഹൻലാൽ വരുന്നു, രത്തൻ ടാറ്റ വരുന്നു. രത്തൻ ടാറ്റ യൂസ് ചെയ്തത് യൂസുഫ് ഭായിയുടെ ഫ്രാഗ്രൻസ് തന്നെയാണെന്ന് അറിഞ്ഞു, അദ്ദേഹം മരിക്കുന്നത് വരേക്ക്. ഇപ്പോഴും ആ പെർഫ്യൂം അവരുടെ ഫാമിലി കൊണ്ടുപോകുന്നുണ്ട്. അതാരാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവരുടെ പേരിൽ ആ പെർഫ്യൂം ഇപ്പോഴും ഞാൻ 100-150 ബോട്ടിൽസ് ഏകദേശം ഒരു മന്ത് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ടാറ്റ ഫാമിലിക്ക് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. രത്തൻ ടാറ്റ എങ്ങനെയാണ് യൂസുഫ് ഭായിനെ തേടി എത്തുന്നത് ശരിക്കും? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ സുഗന്ധം, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് എൻ്റെ സുഗന്ധം വാനോളം പരക്കട്ടെ എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ ആ മൂപ്പർക്കും ആ മണം കിട്ടിയിട്ടുണ്ടാവാം, അതായിരിക്കാം. ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ട് പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോ വ്യക്തികൾക്കും അയാളുടെ ഡ്രസ്സിങ്ങും അയാളുടെ ഫുഡും ഇതേപോലെ ഓരോ മണങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട മണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് പറയാം എന്തുകൊണ്ടാണ് യൂസുഫ് ഭായിനെ ആൾക്കാർ തേടി വരുന്നതെന്നറിയോ. ഒരു പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറയണമെന്ന്, ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ അരുണിന് ഞാനൊരു XXL ലാർജ് ഷർട്ട് തന്നു. ഓക്കെ, ഇൻ്റർനാഷണൽ ബ്രാൻഡ്, ഒരു പക്ഷേ ക്രിസ്ത്യൻ ഡിയോർ ആവാം അല്ലെങ്കിൽ ചാനൽ ആവാം, ഏതെങ്കിലും ബ്രാൻഡ്. എൻ്റെ മോനത് വെയർ ചെയ്യോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ സൈസ് നമ്മൾ തയ്പ്പിച്ചിട്ടുമ്പോൾ കിട്ടുന്നൊരു കംഫർട്ടും കോൺഫിഡൻസും അത് വേറൊന്നാണ്. അത് ശരിക്കും നമ്മുടേതല്ലാത്ത സൈസ് ഇട്ടിട്ട് നമുക്ക് തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാവും. അതേപോലെയാണ് സ്വന്തമായി വൺ ആൻഡ് ഓൺലി ഈ പെർഫ്യൂം എൻ്റേത് മാത്രമാണ്, ഈ മണം നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോലും കിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൗഡ്. എല്ലാം മൈൻഡ് സെറ്റാണ്. ഈ പെർഫ്യൂം എൻ്റേത് മാത്രമാണ്. നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത സാധനം എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ്ഡ് എല്ലാ സാധനങ്ങളും, ഒരു വാച്ചാവാം അല്ലെങ്കിൽ ഒരു കാറാവാം, അത് എന്ത് സാധനം കസ്റ്റമൈസ്ഡ് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, ദറ്റ്സ് അമേസിങ്. അതുകൊണ്ടാണ് യൂസുഫ് ഭായിനെ ആൾക്കാർ തേടി വരുന്നതും മരിച്ചു പോയറ്റ മണങ്ങളും തേടി വരുന്നത് ഒരു പക്ഷേ കസ്റ്റമൈസ്ഡ് ആണ്. അതായത് അത് അയാളുടെ മണമാണ്. ഓരോ വ്യക്തിത്വത്തിനും ഓരോ ഗന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ അവരുടെ വേർപ്പുമായിട്ടും അവരുടെ ഭക്ഷണമായിട്ടും അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് ഭായിനെ ആൾക്കാർ തേടി വരുന്നത്. അങ്ങനെ ഒരു വൈകാരിക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികാരങ്ങൾക്ക് ഗന്ധം പൂശുന്നവൻ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, അങ്ങനെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമുണ്ടോ? തീർച്ചയായിട്ടും. അത് ഏതിനാണ് ഞാൻ മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ഒരുപാട്. അതായത് എല്ലാ നാട്ടിലും ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ തേടി വരുന്നു എന്നുള്ള, അല്ല. യൂറോപ്യൻസും ജപ്പാനിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, അവളുടെ പൊതിഞ്ഞൊരു സാധനമായിട്ട് വെൽവെറ്റിൻ്റെ ഇതിൽ പൊതിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ബുർജുൽ അറബിലാണ് അവർ താമസിച്ചിരുന്നത്. ഓക്കെ. എന്നിട്ട് ആ പെർഫ്യൂം എൻ്റെ അടുത്ത് വാങ്ങിച്ചത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മണത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴകിയ കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നോക്കാം, ഐ വിൽ ട്രൈ എന്ന് പറയും. അപ്പോൾ അവർക്ക് തരാൻ ഭയങ്കര
ബുദ്ധിമുട്ട്. കാരണം അവരത്രമായി പ്രഷ്യസ് ഒരു സാധനം അങ്ങനെ എടുത്തു വെച്ചിട്ട് അങ്ങനെ അത് ഡേറ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനെന്താ വില എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ ജസ്റ്റ് അപ്പോൾ അന്ന് ഇപ്പം ഞാൻ വില മേടിക്കാറില്ല. കാരണം അങ്ങനെ പ്രിയപ്പെട്ടവരുടെ മണങ്ങൾക്ക് ഞാൻ വില പറയാറില്ല. കാരണം അത് പ്രൈസ്ലെസ് ആണ്, ഒരിക്കലും അതിൻ്റെ വില പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ആദ്യ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്കതിന് ചിലവ് വന്നത് ഓൺലി 30 ദിറംസ് ആണ്. ഓ, അപ്പോൾ അവൾ ആ സ്ത്രീ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചെന്നറിയോ ഇതിൻ്റെ വാല്യൂ എന്താണെന്നറിയോ? ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഫ്രാഗ്രൻസുമായി ഞാൻ ഫ്രാൻസിൽ പോയിരുന്നു. എനിക്ക് കറക്റ്റ് ആ നോട്ട്സ് കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ബുർജ് അൽ അറബിൽ 3 ദിവസമായി ഇപ്പോൾ താമസിക്കുന്നു. ടിക്കറ്റ് എടുത്ത് ജപ്പാനിൽ നിന്ന് വന്നു. ഞാൻ വന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. എൻ്റെ ഓഫർ ഞാൻ ലീവ് എടുത്തിട്ട് വന്നിട്ട് ഈ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ വാല്യൂ. അല്ലാതെ ഒരിക്കലും അതിനൊരിക്കലും വില മതിക്കാനാവില്ല. നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് ഞാൻ പറയും എനിക്ക് വന്ന ഇൻഗ്രീഡിയൻസിൻ്റെ വാല്യൂ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അവരുടെ പ്രിയപ്പെട്ടതാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം വിലമുണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യക്തി യൂസുഫ് ഭായ് എന്നുള്ള വ്യക്തി ഇന്ന് പോലും ഞാൻ പറഞ്ഞല്ലോ അവരുടെ പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ ഉണ്ടാക്കി കിട്ടുന്ന അവരുടെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടുന്ന കണ്ണുനീര്, അതെന്നെ പെർഫ്യൂമർ എന്ന നിലക്ക് പ്രൗഡ് ചെയ്യാന്നുള്ളൊരു മൂവ്മെൻറ്റ് തരും. അതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. അത് കാരണം ഞാൻ ഇന്നേ വരെ എന്ന് കരുതി എല്ലാവരും എല്ലാ മണങ്ങളുമായിട്ട് വരല്ലേ എന്നാണ് ഞാൻ പറയാറ്. കാരണം എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ തേടി വരുന്ന ഇത് വന്നു കഴിഞ്ഞാൽ അത് അത്രമാത്രം ഞാനത് ഫീൽ ചെയ്യണം, ഉൾക്കൊള്ളണം. ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ മണങ്ങളും അല്ലെങ്കിൽ ആ ചുറ്റുപാടിലേക്കും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ശ്രുതി നമ്മൾ കലാഭവൻ ലക്ഷ്മി നക്ഷത്രമൊക്കെ കൊണ്ടുവന്നൊരു ഫ്രാഗ്രൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് കൊണ്ടുവന്ന ഷർട്ടിൽ ബ്ലഡും മരിച്ചുപോയ ബ്ലഡും വേർപ്പും കൂടിയിട്ടുള്ള മണമാണ്. അപ്പോൾ അത് മണക്കുമ്പോൾ ഞാനത് ആക്സിഡൻ്റായ രൂപവും ആ രംഗവും അയാളുടെ വ്യക്തിത്വവും ഇതൊക്കെ കൂടി നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മളെന്ന പെർഫ്യൂമർ എന്ന ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പെർഫ്യൂമർ അയാളത് ഫീൽ ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് തട്ടും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കരയുന്ന രംഗം. കാരണം ഫീല് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ അതിനോടുള്ള അർപ്പണാബോധം. അതായത് ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഇപ്പോൾ 1 ലക്ഷം തരുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റീസ് വന്ന് താങ്കളുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും ആത്മസംതൃപ്തി നൽകുന്നത് ഈ നിമിഷങ്ങളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്നെ കേൾക്കുന്ന ഇത് ഒരുപാട് ഞാൻ ഒരാഴ്ചയിൽ ഒരു മണമെങ്കിലും ഇതേപോലെ ഭരിച്ചു പോയ ഷർട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നർ ക്ലോത്തുകളോ ബനിയനോ അല്ലെങ്കിൽ ബോട്ടിലോ ഏതെങ്കിലും വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് എല്ലാവർക്കും അറിയാം യൂസുഫ് പറയുന്നത് ട്രൂ ആണ്. കാരണം ഒരുപാട് എൻ്റെ അടുത്ത് എത്ര വേണമെങ്കിലും ബാങ്ക് കാർഡ് തരിക അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പൈസകൾ എത്ര വേണമെങ്കിലും തന്നിട്ട് ഞാനത് അവരുടെ അടുത്ത് ഒരിക്കലും മേടിക്കാറില്ല. അത് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് യൂസുഫ് ഭായ് എന്നുള്ള സക്സസ് എന്നുള്ള ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും. ഇത് ഞാനല്ല ചെയ്യുന്നത്. യൂസുഫ് ഭായ് എന്നുള്ള പെർഫ്യൂമറിന് മാത്രമേ ചെയ്യാൻ പറ്റില്ല. എന്നേക്കാൾ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പെർഫ്യൂമേഴ്സ് ലോകത്തുണ്ട്. അവർ പോലും സർപ്രൈസ് ഹൗ യു മേക്കിംഗ് ദിസ് ഫ്രാഗ്രൻസ് എന്ന് എന്നോട് പെർഫ്യൂമേഴ്സ് ഇൻ്റർനാഷണൽ ഫ്രാൻസിലും യൂറോപ്പിലുള്ള ഈ ഫ്രാഗ്രൻസ് ലവേഴ്സും അവർ പോലും എന്നോട് ചോദിക്കാറുണ്ട് യൂസുഫ് ഹൗ യു മേക്ക് ഹ്യൂമൻ ബീയുടെ മണം എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ലാഹു ആലം, ഗോഡ് ഈസ് നോ. ഞാനത് ട്രൈ ചെയ്യുന്നു. കാരണം എൻ്റെ അടുത്ത് ഒരുപക്ഷെ അത് പടച്ചോനും യൂസുഫ് ഭായിക്ക് അറിയുള്ളൂ. നിങ്ങൾക്കിടയിലുള്ള ഒരു കെമിസ്ട്രിയാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയ എല്ലാ പെർഫ്യൂമുകളും ആ ഏറ്റവും വിലപ്പെട്ട ഡ്രോപ്സ് കണ്ണുനീർ കിട്ടിയിട്ട് തന്നെ എല്ലാവരും പോയിട്ടുള്ളൂ. ഇന്നൊരു മാളിൽ കയറിയാൽ എല്ലാം പെർഫ്യൂം കൗണ്ടറുകളാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. യെസ്. ഇപ്പോൾ ഇവർ പറയുന്നു ബേസ് നോട്ട്, മിഡിൽ നോട്ട്, ടോപ്പ് നോട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു സാധാരണക്കാരന് എന്താണ് ഈ 3 പറഞ്ഞ് മനസ്സിലാവില്ല. ഒരു എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് എങ്ങനെയായിരിക്കും? ഈ ടോപ്പ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ മണക്കുന്നതിനെ ടോപ്പ് നോട്ട് എന്ന് പറയും. ഓക്കെ. നമ്മൾ ആദ്യം മണത്ത് കിട്ടുന്ന ആ മണത്തെ ടോപ്പ് നോട്ട് എന്ന് പറയും. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന വരുന്ന സാധനത്തിനെ നമ്മൾ മിഡിൽ നോട്ട് എന്ന് പറയും. ലാസ്റ്റ് ചെയ്യുന്നതാണ് ബേസ്. ഓക്കെ. അതാണ് ബേസ് നോട്ട്.
ആ ബേസാണ് ഈ പറഞ്ഞ ഈ ബേസ് നോട്ട് നമ്മൾ അത് ഒരു പക്ഷേ ഹെവി സാധനങ്ങളായിരിക്കാം. അത് ഊത് അല്ലെന്നുണ്ടെങ്കിൽ പച്ചോളി അല്ലെന്നുണ്ടെങ്കിൽ വുഡി സാൻഡിൽ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും ബേസ് ഉണ്ടാവുക. അത് ലാസ്റ്റ് ചെയ്തിട്ട് അത് എപ്പോഴും ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേതിങ്ങനെ അടിച്ചുടനെ ഈ ബർഗമോട്ട് ഓറഞ്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ലെമൺ നമ്മൾ തൊലി തൊലിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഫ്രഷ് നോട്ടിനെയാണ് പറയുക ടോപ്പ് നോട്ട്. ഓക്കെ, അത് ഈസി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒറ്റ ഭാഷ അതാണ്. ഓരോ പെർഫ്യൂമിലും മോർ ദാൻ മേ ബി 18 നോട്ട്സുകൾ ഉണ്ടാവാം. അത് ചില നോട്ടുകൾ ഈ ഫ്രഷ് നോട്ടുകളൊക്കെ എപ്പോഴും ടോപ്പിൽ കിടക്കും, ഈ ഫ്ലോറൽ സാധനങ്ങളൊക്കെ മിഡിലായിട്ടും. ചിലത് സിംഗിൾ നോട്ട് കൊണ്ട് പോലും ഇന്നത്തെ കാലത്ത് പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്. വെറും പച്ചോളി വെച്ചിട്ടും അല്ലെങ്കിൽ വെറും സാൻഡിൽ വെച്ചിട്ടും അതിന് സിംഗിൾ നോട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പെർഫ്യൂമിനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഫ്രാഗ്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫ്യൂം ഉണ്ടാക്കാവുന്നതാണ്. ഈ യൂറോപ്യൻ പെർഫ്യൂമും പിന്നെ അറബിക് പെർഫ്യൂമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരു വർഗ്ഗം, ലോകത്തെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് അല്ല, ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരു വർഗ്ഗം അറബ്സാണ്. അവരുടെ സാലറികളിൽ, അതായത് ഇസ്ലാമിക കൾച്ചറിൽ നിങ്ങളടുത്ത് 100 ദിർഹംസ് ഉണ്ടെങ്കിൽ, 1,00,000 ദിർഹംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 700,000 ദിർഹംസ് നിങ്ങൾക്ക് സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് കൾച്ചറിലുണ്ട്. അവിടെയാണ് ചോദ്യം, എന്താണ് സുഗന്ധം, എന്താണ് പെർഫ്യൂമർ? അതായത് നിങ്ങളൊരിക്കലും കരുതരുത് ഒരു സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പെർഫ്യൂം മാത്രമാണ്. അല്ല നിങ്ങൾ ചെയ്യുന്ന പുഞ്ചിരികൾ, നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സിങ്, നിങ്ങൾ ചെയ്യുന്ന ആക്സസറീസ്, വാച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് സാധനം നിങ്ങൾ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, നിങ്ങളുടെ പ്രൗഢിന്, നിങ്ങളുടെ സുഗന്ധം എന്താണ്? അരുണിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല അരുണിൽ കിട്ടുന്ന മണമാണ് സുഗന്ധം എന്ന് പറയില്ല. അരുൺ എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്നോട് എങ്ങനെ പെരുമാറുന്നു, അതാണ് സുഗന്ധം. അതായത് യൂസുഫ് ഭായ് എന്നുള്ളൊരു വ്യക്തി വില കൂടിയ 10,000 ദിർഹംസിൻ്റെ പെർഫ്യൂം എടുത്ത് ഉപയോഗിച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്, ലേഡി സ്റ്റാഫിനെ ആരെങ്കിലും ഞാൻ അവളെ മറ്റൊരു തരത്തിൽ പെരുമാറുകയോ തോണ്ടുകയോ ചെയ്യുമ്പോൾ, അല്ല നമ്മളെ ഇന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മുതൽ ആ മണം, ഈ കാക്കാൻ്റെ മണം എനിക്ക് വെറുപ്പാണെന്ന് പറയും. ഇറ്റ്സ് ട്രൂ. ശരിയാ. ഒരുപക്ഷെ എൻ്റെ അടുത്ത് 10 ദിർഹംസിൻ്റെ ജസ്റ്റ് ഒരു സാധാരണ അല്ല പൗഡറിൻ്റെ മണമാവാം, അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ മണമാവാം, എൻ്റെ പെരുമാറ്റം, എൻ്റെ ബിഹേവിയറിൻ്റെ മണമാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മണമെന്ന്. അതാണ് എവർ ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് എന്ന് ഞാൻ പറയാം. ഒരിക്കലും വില കൂടിയ പെർഫ്യൂം അല്ല നല്ല സുഗന്ധം. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല പെർഫ്യൂം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവ്രി വണ്ണിൻ്റെ ക്യാരക്ടർ കണക്റ്റഡ് വിത്ത് യുവർ ഫ്രാഗ്രൻസ്. അതാണ് ഏറ്റവും നല്ല ഫ്രാഗ്രൻസ്. ഒരിക്കലും വില കൂടിയ പെർഫ്യൂം അല്ല നല്ല പെർഫ്യൂം. 2,000-3,000 ദിർഹം കൊടുത്ത് വാങ്ങുന്ന പെർഫ്യൂമും അതേ മണം ചിലപ്പോൾ 10-50 ദിർഹത്തിന് വരെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്, ഒരു കസ്റ്റമർക്ക് റിയൽ പെർഫ്യൂമും ഫേക്ക് പെർഫ്യൂമും തിരിച്ചറിയാൻ പറ്റുക? റിയൽ പെർഫ്യൂമും ഫേക്ക് പെർഫ്യൂമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർഫ്യൂമിൻ്റെ ഡൂപ്ലി പെർഫ്യൂം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഫേക്ക്. അതിൻ്റെ നമ്മൾ ഒരു പക്ഷേ ബോട്ടലിൻ്റെ ക്വാളിറ്റി, ഫ്രാഗ്രൻസിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ക്വാളിറ്റി, പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി, ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഏത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ക്വാളിറ്റി കൺട്രോൾ, അല്ലെങ്കിൽ ഫ്രാഗ്രൻസിനെ പറ്റി പഠിക്കുന്ന ലവേഴ്സിന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധനം, അതൊരു മൊബൈലാവട്ടെ ഒരു വാച്ചാവട്ടെ, അതിൽ പെട്ടെന്ന് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അല്ലാത്തവർക്ക് ഒരുപക്ഷെ അതിൻ്റെ കോൺസെൻട്രേറ്റും അതിൻ്റെ ലാസ്റ്റിങ്ങും അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ടും കൂടി മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് മണമെല്ലാം ഒരേ മണമായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പാലിൻ്റെ കളറ് നമ്മൾ പറഞ്ഞല്ലോ വെള്ളയാണ്. അതെ. സാധാരണ വീട്ടിൽ നിന്ന് കിട്ടുന്ന കറന്ന് കൊണ്ടുവരുന്ന പാല് ഒരുപക്ഷെ നല്ല വിലക്ക് നമുക്ക് മേടിക്കാം. പക്ഷെ ചിലവർ അത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 3 ലിറ്ററാക്കി മാറ്റുന്നവരുണ്ട്. വെള്ളം ചേർത്ത് കാണുമ്പോൾ ഒരേ കളറാണ്. മനസ്സിലായ? അതേപോലെ അത് ഏത് സാധനത്തിലും മായം ചേർക്കുമ്പോൾ നമ്മൾക്ക്, പക്ഷേ അതിൻ്റെ പ്യൂർ സാധനങ്ങൾ ഇപ്പോൾ ഞാൻ 30% ഒരു പെർഫ്യൂമിൻ്റെ ഹൈ കോൺസെൻട്രേറ്റ് 30-35 എന്ന് പറയും പെർഫ്യൂം. ആ കോൺസെൻട്രേറ്റ് പെർഫ്യൂം സാധാരണക്കാരന് പോലും 35 ഇട്ട് കഴിഞ്ഞാൽ ആ മണം കിട്ടണമെന്നില്ല. വൈ? കാരണം അവൻ മേടിച്ചിട്ടുള്ള ഓയിലിൽ ഓൾറെഡി അത് ഡെല്യൂട്ട് ചെയ്തിട്ട് വില കുറഞ്ഞ കോൺസെൻട്രേറ്റ് വേറെ ലോക്കൽ കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ആരെങ്കിലും മേടിച്ച് DPG വെച്ച് ഡെല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 കിലോനെ 3 കിലോ ആക്കി മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അത് 25 അല്ല 30 അല്ല 40% ഇട്ട് കഴിഞ്ഞാലും അതിന് സ്ട്രെങ്ത്ത് പോരാ. ഇൻഗ്രീഡിയൻസിൻ്റെ സ്ട്രെങ്ത്താണ് ആ പെർഫ്യൂമിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഒരു പെർഫ്യൂമിൻ്റെ വാല്യൂ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും
ആ ബ്രാൻഡ് ഒരുപക്ഷെ ബ്രാൻഡിൻ്റെ വാല്യൂ അതൊക്കെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രമാത്രം അവർ ബേസായിട്ട് കാലങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്ത പേരിൻ്റെ വാല്യൂ തന്നെയാണ് അതിൻ്റെ വാല്യൂ. അതുകൂടാതെ ചില ഇൻഗ്രീഡിയൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് കിട്ടപ്പെടാത്ത ഊത്, ഒരുപക്ഷെ അമ്പർ അല്ലെങ്കിൽ കസ്തൂരി പോലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഐറിഷ്, ഈ സാധനങ്ങളൊക്കെ വെരി റെയറാണ് കിട്ടാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപക്ഷെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബ്ലാക്ക് അഫ്ഗാനോ എന്നുള്ളൊരു ഫ്രാഗ്രൻസിൽ അതിൽ ചേർത്തിട്ടുള്ളത് നിക്കോട്ടിൻ ബേസുള്ള അഫ്ഗാനോ, അതായത് അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്ന ആ സാധനം വെച്ചിട്ട് ഒരു വർഷത്തിലാണ് അത് ആ പൂവിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ കിട്ടായ്മയാണ് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. യു ഗോട്ട് മൈ പോയിന്റ്. അതാണ് ഈസി. അപ്പോൾ നമുക്ക് സാധാരണക്കാരൻ, ഞാനിപ്പോൾ മനസ്സിൽ പോലും ചിന്തിച്ചൊരു ഇതാണ്, എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. മലയാളത്തിൽ നീലക്കുറിഞ്ഞി 11 വർഷമോ 12 വർഷം കഴിഞ്ഞാലാണ് കിട്ടുക. ഒരുപക്ഷെ അതിൻ്റെ മണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരുപക്ഷെ അതിൻ്റെ മണമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാം, അത് 11 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മണമുണ്ടാക്കി അതിന് കാത്തിരിക്കണമെങ്കിൽ 11 വർഷം കഴിയണം, അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഇത്ര വരുന്നതെന്ന് പറഞ്ഞിട്ട്, അതാണ് അതിൻ്റെ വാല്യൂ. മലയാളികൾക്ക് പൊതുവേ ഇപ്പോൾ ഊതിനോടൊരു പ്രത്യേക പ്രണയം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പൊതുവെ കുറവായിരുന്നില്ലേ? അതെ, അത് ഈ അറബി കൾച്ചറായിട്ടുള്ള നമ്മളുടെ ഒരു കുടിയേറ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഗൾഫ് നാടുകളിലേക്കുള്ള, അങ്ങനെയാണോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കൂടുതലായിട്ട്? മലയാളി മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഞാൻ പറയില്ല, നമ്മളിതിപ്പോൾ സെക്കൻഡ് ഇന്ത്യ അല്ലെങ്കിൽ സെക്കൻഡ് കേരള എന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലം കറാമയാവട്ടെ നമ്മൾ ദേരയാവട്ടെ പറയാം. കാരണം നമ്മളുടെ ഏതെങ്കിലും നമ്മളുടെ ഓരോ പഞ്ചായത്തിൽ എത്രമാത്രം ഗൾഫിലെ അതെ എത്ര ഗൾഫുകാരുണ്ടാവും അതേമാതിരി. അപ്പോൾ എല്ലാവരും പോകുന്നവരും ഗൾഫിൽ നിന്ന് ആര് വരുമ്പോഴും ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നറിയോ, അന്ന് ആദ്യകാലം മുതൽ എൻ്റെ ഉപ്പ് ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയാം. ബ്രൂട്ട് പെർഫ്യൂം വേണം, അല്ലെങ്കിൽ ജന്നത്ത് ഫിർദൗസ് അത്തർ വേണം. പണ്ട് ഗൾഫുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ട് പെർഫ്യൂമാണ്. അവർക്കൊരു മണമുണ്ട്, ആ ഒരു പച്ചക്കുപ്പിയൊക്കെ അവർക്കൊരു മണമുണ്ട്, ഗൾഫുകാർക്കൊരു മണമുണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന 35-ൻ്റെയും അല്ലെന്നുണ്ട് ബ്രൂട്ടിൻ്റെയും റോയൽ മാരേജിൻ്റെയും ഒക്കെ എൻ്റെ മണമുണ്ടല്ലോ. അത് നമ്മൾ മൈൻഡ് സെറ്റായിട്ട് നമ്മൾ ഗൾഫുകാരെന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുഗന്ധമാണ് ഗൾഫിൻ്റെ ശരിക്കും അടയാളം. അത്തർ മണക്കുന്നല്ലോ ഖത്തറിൽ എന്ന് പറഞ്ഞ മാതിരി, അല്ലെന്നുണ്ടെങ്കിൽ അത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗൾഫിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഞാൻ ആലോചിച്ചത്, ഒരു പക്ഷേ ഇത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ല, 1 കിലോ ഊത് എന്ന് പറഞ്ഞ് 60,000-70,000 ദിർഹംസ് വരും പെർ kg. നല്ലൊരു ഊത് കിട്ടണമെന്നുണ്ടെങ്കിൽ, വില കൂടിയ ഊത്. നോർമൽ അത് 10,000 15,000 ഉണ്ടാവും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? ലോകത്ത് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ കത്തിച്ച് കളയാൻ. എന്തെന്ന് പറയാം? കത്തിച്ച് കളയാൻ. നമ്മളുടെ വിസിറ്റേഴ്സിന് വേണ്ടി സുഗന്ധമാം ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന വർഗം ആരുണ്ടെന്ന് ചോദിച്ചാൽ അത് അറബ്സാണ്. 1 കിലോ ഊതിൻ്റെ വാല്യൂ വെച്ച് കൂട്ടി അത് എന്ത് ചെയ്തെന്ന് അറിയാം, മേത്ത് പരട്ടുകയല്ല ചെയ്തത്, കത്തിച്ച് കളഞ്ഞു പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ വാല്യൂ, സുഗന്ധത്തിൻ്റെ വാല്യൂ നിങ്ങൾക്കൊരിക്കലും പറയാൻ പറ്റില്ല. യൂസുഫ് ഭായ്, ചില ആൾക്കാർ പോകുമ്പോൾ നമ്മൾ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും. അതെ, ആ ഒരു സ്മെല്ല് നമ്മളെയും കൊണ്ട് അങ്ങ് പോകും. പക്ഷേ നമ്മളൊക്കെ ഒരു പെർഫ്യൂം മേടിച്ച് കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കാറിലേക്ക് കയറുമ്പോഴേക്ക് ആ സ്മെല്ല് പോയി. നമ്മളിപ്പം പുറത്തു പോയി ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന അടിച്ച കുറച്ച് മണിക്കൂറൊക്കെ നിൽക്കുന്ന ഒരു പെർഫ്യൂം വേണം എന്നുള്ളതാണ്. അതെ, നല്ലൊരു പെർഫ്യൂം എത്ര മണിക്കൂർ നിൽക്കും? നല്ല പെർഫ്യൂം സാധാരണ എല്ലാവരും പറയുന്ന മാതിരി 48 or 24 hours നിൽക്കില്ല. 8 hour ആണ് ശരിക്കും. പക്ഷേ 8 hour നിൽക്കും. അതായത് നിങ്ങളൊരിക്കലും കരുതരുത് ഒരു പെർഫ്യൂം അതിൻ്റെ ലാസ്റ്റിങ് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹൈജീനിക്, അതായത് നിങ്ങളുടെ വൃത്തി, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപക്ഷെ ഇന്ന ഹൗസ് അതായത് ഓഫീസിലാവാം. നിങ്ങളൊരു പെർഫ്യൂം അടിച്ചത് അതേ ഇതിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പെർഫ്യൂം അടിച്ച് പുറത്ത് പോകുമ്പോൾ അത് തന്മാത്രകൾ വെസ്പറായി പോകുന്നത് അത് നിങ്ങളിൽ നിന്നാണ് ഈ പോകുന്നത്. എത്ര ആൾക്ക് മണം കിട്ടുന്നു അതൊക്കെ വെസ്പറായി പോകും തോറും അത്രയും നിങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഓഫീസിലാണോ അല്ലെങ്കിൽ ഒരു വണ്ടിയിലാണോ ഇരിക്കുന്നുണ്ടെങ്കിലോ അതിന് മാത്രം പെർഫ്യൂം ലാസ്റ്റ് ചെയ്യും. ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ആ പെർഫ്യൂമിന് പറ്റിപ്പിടിച്ചിരിക്കാവുന്ന ക്ലോത്തുകൾ ഉപയോഗിക്കുക. ബനിയൻ ടൈപ്പ് കോട്ടൺ ക്ലോത്ത്, അതിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ശരീരം ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല ശരീരശുദ്ധി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ്. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടെ ഈ പെർഫ്യൂം എനിക്ക് തന്നെ മണക്കണമെന്നില്ല, പക്ഷേ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ആ സ്മെൽ അറിയില്ല. നമുക്കറിയില്ല, പക്ഷേ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പെർഫ്യൂം
ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഞാൻ പറയുന്നത് ഈ വക വെതറിന് ഇപ്പോൾ നല്ല ചൂടിനൊക്കെ ആണെങ്കിൽ അത് ഇതായിപ്പോൾ നിങ്ങളുടെ കോയിൽ ആട്ടോമൈസറോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ അല്ല ലോഷനുള്ള നേരത്ത് നിങ്ങൾ പെർഫ്യൂം ഉപയോഗിച്ചിട്ട് ആ ഷർട്ട് ബട്ടൺ ഇട്ട് വെച്ചിട്ട് ഉള്ളിൽ കുറേ കൂടിയും അത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാം കൊണ്ട് നടക്കും എന്നുള്ളതാണ്. അതായത് ഈ മലിക്കുള തന്മാത്രകൾക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയ ഡ്രസ്സാവണം. അത് ഒരു പക്ഷേ നെയ്ലോണിലോ സിൽക്കിലോ ഒന്നും പിടിച്ചിരിക്കില്ല. അതായത് പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നതിലും ഒരു ശാസ്ത്രം ഉണ്ടെന്നാണോ പറയുന്നത്? ഇസ് ട്രൂ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നതിൽ? മിസ്റ്റേക്ക് നമ്മൾ ഒരു പക്ഷേ സ്പ്രേ ചെയ്യാതെ, അതായത് ടച്ച് ചെയ്യുന്ന മാതിരി, അതായത് ചിലർ നമ്മൾ സ്പ്രേ ചെയ്യണം ചിക് ചിക്. നിങ്ങൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത് മടിക്കരുത്, നിങ്ങളുടെ സുഗന്ധങ്ങളാണ്. അതായത് ഞാൻ എത്രമാത്രം എൻ്റെ പെർഫ്യൂം ഉപയോഗിക്കുന്നു, സ്പ്രേ ചെയ്തുമ്പോൾ എൻ്റെ സുഗന്ധമായിട്ടാണ്. ആ യൂസുഫ് ഭായ് വരുമ്പോൾ യൂസുഫ് ഭായിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നോ യൂസുഫ് ഭായിയുടെ കയ്യിൽ നല്ല ഡ്രസ്സ് ഉണ്ടെന്ന് പറയും. എന്താ മണം എന്നാ പറയാം. അതായത് ലോകത്ത് ഞാൻ പറയുന്ന ഞാനൊരു പെർഫ്യൂമർ എന്ന നിലക്ക് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗന്ധങ്ങളാണ്, നിങ്ങളുടെ സുഗന്ധം. ഒരുപക്ഷെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്. എൻ്റെ മുന്നിലിരിക്കുന്ന അരുൺ നല്ല ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, നല്ല വാച്ച് വെച്ചിട്ടുണ്ട്, നല്ല റോളക്സിൻ്റെ വാച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു മണമില്ല. മണമില്ലെങ്കിൽ ഒരു മണമില്ലാന്നുണ്ടെങ്കിൽ പോയി, എല്ലാം പോയി. ഇതൊന്നുമില്ല അരുണിൻ്റെ അടുത്ത്. അതൊരു കോൺഫിഡൻസ് കൂടിയാണോ? യെസ്. അതായത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാനോ നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടൊരു അടുത്ത് പോകാനോ 5 മിനിറ്റ് സംസാരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾക്ക് അതൊരു പക്ഷേ നിങ്ങൾ അരമണിക്കൂറാക്കി മാറ്റുന്നത് നിങ്ങളുടെ ഗന്ധങ്ങളാണ്. അരമണിക്കൂർ സംസാരിക്കേണ്ടത് 5 മിനിറ്റ് ആക്കിയിട്ട് യെസ് യു ഗോ എന്ന് പറയുന്നത് നിങ്ങളുടെ ദുർഗന്ധം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഫ്രാഗ്രൻസ് ഏതാ? ഫ്രഷ് മണമായിരിക്കും. അതായത് ഫ്രഷ് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ സിട്രസ് മണങ്ങളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും അതായത് നമ്മൾ കരുതുന്ന മാതിരി പെർഫ്യൂമിൽ മാത്രമല്ല ഫ്രാഗ്രൻസ് ഉള്ളത്. നിങ്ങൾ കാലത്തെണിച്ചിരിക്കുന്ന ക്ലോസപ്പിൽ തുടങ്ങും. ക്ലോസപ്പ് ഗോൾഗറ്റ് എന്താവട്ടെ, അതിൽ ഫ്രഷ് മണം, അതിൽ ഇതേ ഫ്രാഗ്രൻസുകളാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ലിറിൽ സോപ്പോ ഏതെങ്കിലും സോപ്പ്, അതിലും ഈ ലെമൻ്റെ ഫ്രഷ് മണങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. പക്ഷേ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ കൾച്ചറുമായിട്ട് നമ്മുടെ ഫ്രാഗ്രൻസ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യൻ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം വനീല അല്ലെങ്കിൽ ചോക്ലേറ്റ്, മുട്ടായി, ബിസ്ക്കറ്റ്, ലെവൻഡർ. ഓക്കെ, ലെവൻഡറിനേക്കാൾ കൂടുതൽ ഈ മണങ്ങളാണ് ഏറ്റവും കൂടുതൽ. ലെവൻഡർ മണങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോയി കാരണക്കാരും ഒരു പക്ഷേ ഞാൻ പറയും ഈ ആഡ്ലി പൗഡറും ആ സോപ്പും ലെവൻഡറും ഒരുപാട് നമ്മളെ മാർക്കറ്റിനെ ഇത് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ചില മിൻറ്റ് മണങ്ങൾ, ഈ നമ്മളുടെ കൊളോണിയ, ചില ഫ്രഷ് മണങ്ങൾ, അത് അങ്ങനെ ചില കണക്റ്റഡ് ആണ് ചില ഫ്രാഗ്രൻസ്. ആ മണത്തിൻ്റെ പേരിലാണ് ചിലപ്പോൾ നമ്മൾ പറയില്ല ഡിയോർ സോവാച്ച് അല്ലെന്നുണ്ടെങ്കിൽ കൂൾ വാട്ടറിൻ്റെ മണം നമ്മളുടെ ജനങ്ങളിൽ സാധാരണ ആ മണത്തിന് കൂൾ വാട്ടർ മാതിരിയുള്ള മണം വേണം, എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? കൂൾ വാട്ടർ ആ പേരും ആ മണവും ആ കളറും ആ ഫ്രാഗ്രൻസും എല്ലാം കണക്റ്റഡാണ്. പിന്നെ യഥേഷ്ടം എല്ലാവരിലും എത്തപ്പെടാവുന്നൊരു മണം. നമ്മളൊരു പെർഫ്യൂം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് അത് തന്നെയാണല്ലോ ഉപയോഗിച്ച് വരുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് സമ്മറിൽ ഇന്നത്, വിൻ്ററിൽ ഇന്നത് അങ്ങനെയുണ്ടോ പെർഫ്യൂമിൽ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുഡ് ഓരോ സമയങ്ങളിലും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഫുഡ് കഴിക്കുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മൾ സമ്മർ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഈ വിൻ്റർ കാലഘട്ടത്തിലും നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുന്ന മാതിരി ഓരോന്നിലും നമ്മൾ വെവ്വേറെ മണങ്ങൾ ഉപയോഗിക്കാൻ അതായത് ഇപ്പോൾ രാത്രി ഉപയോഗിക്കുന്ന മണം ഒരു പാർട്ടിക്ക് വേണ്ടി പെർഫ്യൂം ഉപയോഗിക്കുന്നതും ഒരു ഓഫീസിന് വേണ്ടി ഉപയോഗിക്കുന്ന മണങ്ങളും വ്യത്യസ്തമാണ്. അതായത് പെർഫ്യൂമിനെ പറ്റി പഠിക്കുന്നവനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനും ഒരേ സമയത്ത് വെവ്വേറെ പെർഫ്യൂമായിരിക്കും. യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾ, ഞാൻ ട്രാവൽ ചെയ്യുന്നത്, ഞാൻ പോകുന്നത് ഒരു പക്ഷേ തായ്ലൻഡ് ആവാം. തായ്ലൻഡിൻ്റെ കണക്റ്റഡുള്ള മണങ്ങളാവാം. ഒരു പക്ഷേ അതിന് നമ്മൾ മലയാളത്തിൽ പറയാൻ പാടില്ല ഇടുക്കി ഗോൾഡ് മണങ്ങളോ അങ്ങനെ മണങ്ങളായിട്ടാവാം ഒരു പക്ഷേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള യൂറോപ്പിൽ പോകുമ്പോൾ യൂറോപ്യൻ മണം, അറബി പോകുമ്പോൾ അറബ്സ് മണം, ഊത് മണം, നമ്മൾ അങ്ങനെ ഒരേ കണക്റ്റഡ് വിത്ത് കൾച്ചറുമായിട്ട് നമ്മളുടെ ബന്ധങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മണങ്ങളും. പ്രസവിച്ച് വീണ അന്ന് മുതൽ നമ്മൾ ഓയിൽ, ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ, ഒരു പക്ഷേ മഞ്ഞൾ, അല്ലെന്നുണ്ടെങ്കിൽ പൂക്കുല പൊഴിക്കുക, അവിടുന്ന് തുടങ്ങും മണം.
സാൻഡില് കുട്ടിക്കു എല്ലാത്തിലും ഗന്ധം. ഇനി വലുതായി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാ ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് 40 മണമുണ്ടാവണം എന്നുള്ളതാണ്. അതിലത്തെ ഏറ്റവും കറിവേപ്പില എന്തിനു വേണ്ടി, കറിവേപ്പില കൊണ്ട് എന്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാം, മണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചില ചായയിൽ ഏലക്കായ ഇടുന്നു, മണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മളെ മലയാളികൾ എല്ലാത്തിനും മണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഫ്രാഗ്രൻസ് ആയിട്ടും പെർഫ്യൂമായിട്ടും ഉപയോഗിക്കാൻ അൽഹംദുലില്ലാ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും പെർഫ്യൂമിൽ അവർക്ക് ഉണർവ് വന്നിട്ടുണ്ട്. അതെ, നേരത്തെ പൗഡറായിരുന്നു, അല്ലെങ്കിൽ എയർ ഓയിലായിരുന്നു. അതെ, ഈ ഒരുപക്ഷെ യൂറോപ്യൻസിനും അറബ്സിനും ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എയർ ഓയിൽ ഉപയോഗിക്കുന്നതാണ്. ഒരുപക്ഷെ തമാശക്ക് ഞാൻ പറയണത് കേട്ടിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ചോദ്യം കടുങ്കഥയാണ്, ആ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ അരുൺ പറഞ്ഞോളൂ. ഒരു ഇന്ത്യക്കാരൻ ഈ ചൂട്ടത്ത് നടന്നു പോണു, ഒരു 1/2 കിലോമീറ്റർ നടന്നു പോയിട്ട് അവൻ പെട്ടെന്ന് സ്റ്റക്കായി. കാരണം എന്താണ്? ഉത്തരം പറയാൻ പറ്റും. അവൻ്റെ തലയിലെ എണ്ണ തീർന്നു പോയി. അപ്പം അങ്ങനെ പറഞ്ഞു മനസ്സിലായ. പക്ഷെ അത് മാറി, ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എയർ ഓയിലിനേക്കാൾ കൂടുതൽ അവൻ്റെ ശരീരത്തിൻ്റെ ഗന്ധത്തെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ലോകത്തെ ഏറ്റവും വില കൂടിയ പെർഫ്യൂമും എല്ലാ ബ്രാൻഡും എന്നേക്കാൾ കൂടുതൽ ചോദിച്ചു വരുന്ന നമ്മുടെ മലയാളി മക്കളുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡാണ് എനിക്ക് സത്യം പറഞ്ഞത്. പുതിയതായിട്ട് വരുന്ന ഒരു സംരംഭകനോട്, പെർഫ്യൂം തുടങ്ങാൻ താല്പര്യമുള്ള ഒരു സംരംഭകനോട് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യ എത്രയുണ്ട്? ഇന്ത്യൻ ജനസംഖ്യ 140 കോടി. 140 കോടി. യു ക്യാൻ മെൻഷൻ എനി ബ്രാൻഡ് ഇസ് ദർ, ഇൻ്റർനാഷണൽ ബ്രാൻഡ് പെർഫ്യൂം? വായ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസും നോട്ട്സുകളും സുഗന്ധങ്ങളും കെടുക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തുകൊണ്ട് നമ്മൾ ആയില്ല എന്നുള്ളത് അവർ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കളറാണോ, അല്ല നമ്മളുടെ സ്വന്തമായിട്ട് വിശ്വാസമില്ലായ്മയാണോ എന്നുള്ള തോന്നലാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല പെർഫ്യൂമർ വരും എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നാവും. കാരണം എന്താണെന്നറിയോ? അവൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ തുടങ്ങും 40 വർഗത്തിൻ്റെ 40 മണം തിരിച്ചറിയാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പെർഫ്യൂമർ ആയില്ല? ആ ചോദ്യം തന്നെയാണ് ഞാൻ വരും തലമുറയോട് പറയുന്നത്. നിങ്ങളിൽ ഇന്ത്യൻ പെർഫ്യൂമർ ഉണ്ടാവട്ടെ, ഇന്ത്യൻ ബ്രാൻഡുകൾ ഉണ്ടാവട്ടെ, ഇന്ത്യൻ സുഗന്ധങ്ങൾ വാനോളം പരക്കട്ടെ. അതിനൊരുപാട് സൗകര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യൻ നാട്. ഒരു മണം ഉൾക്കൊള്ളാൻ പറ്റണമല്ലോ, പലതരം ഫ്രാഗ്രൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ എന്താണ് അതിന് നിങ്ങളൊരു ഈ പറയുന്ന പോലെ മെഡിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെർഫ്യൂമർ ആവാം. പക്ഷെ അത് പാഷനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഒരു ആപ്പിൾ മണത്ത് കഴിഞ്ഞാൽ അത് ആപ്പിളാണെന്നും, ഒരു പൈനാപ്പിൾ മണത്ത് കഴിഞ്ഞാൽ പൈനാപ്പിളാണെന്നും, ഒരു ഓറഞ്ച് മണത്ത് കഴിഞ്ഞാൽ അത് ഓറഞ്ചാണെന്നും മനസ്സിലാവാനുള്ള കഴിവ്, ഒരു സാൻഡൽ അത് പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഒരു പെർഫ്യൂമർ ആവാനുള്ള കഴിവ്, നിങ്ങൾക്ക് മണങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുകൾ എല്ലാ മനുഷ്യരിലുണ്ട്. ലോകത്ത് ആദ്യമായിട്ടുണ്ടാവുന്ന അറിവ് എന്താണെന്നറിയോ? തിരിച്ചറിവ് മൂക്കിലൂടെയാണ്. നിങ്ങളുടെ ചെവിടിലൂടെയോ നിങ്ങളുടെ നാക്കിലൂടെ അല്ല, മൂക്കിലൂടെയാണ് ലോകത്തിലുള്ള തിരിച്ചറിവ് ആദ്യമായിട്ടുണ്ടാവുന്നത്. സ്വന്തം അമ്മയുടെ മണം തിരിച്ചറിയുന്നത് നമ്മുടെ മൂക്കിലൂടെയാണ്. ആ അറിവ് വെച്ചിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് അതിനെ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കിക്കൂടാ? എല്ലാവരിലും കഴിവുകളുണ്ട്. നിങ്ങൾ പഠിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും ഒരു കച്ചവടക്കാരൻ മാതിരി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഷനായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു പാഷനായിട്ട്, ഒരു ആർട്സായിട്ട്, നിങ്ങളൊരു ആർട്ടിസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ബി ഗെറ്റ് റിസൾട്ട് ടുഡേ ഓർ ടുമാറോ. അതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന യൂസുഫ് ഭായ്. യൂസുഫ് ഭായിനെ നിങ്ങൾ വിചാരിക്കരുത് ഒരു ദിവസം കൊണ്ട് യൂസുഫ് ഭായ് വന്നതാണെന്ന്. യൂസുഫ് ഭായ് ഡോർ ടു ഡോർ ഓരോ വാതിലുകൾ മുട്ടിയിട്ടും പെർഫ്യൂം കൊണ്ടുപോയി വിറ്റിട്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോയി വിട്ടപ്പോൾ അവർ ചിലർ അന്ന് ഊതിൻ്റെ മണം എടുത്തിട്ട് ചിലർ പറഞ്ഞിട്ട് മീനിൻ്റെ മണമാണെന്ന് ചോദിച്ച ഇതുണ്ടായിട്ടും അതൊന്നും തളരാതെ ഇപ്പോഴും മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അത് അതിനോടുള്ള അർപ്പണാബോധം കൊണ്ടാണ്. എനിക്ക് ഏറ്റവും പ്രൗഡുള്ള മൂമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് മിക്സോളജിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെർഫ്യൂമിലൊരു കൺസെപ്റ്റ്, അതായത് പെർഫ്യൂം ബ്ലെൻഡ് ചെയ്യണതിനെക്കുറിച്ചിട്ട് എന്നെക്കുറിച്ച് ഫ്രാൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 3 ഡോക്ടറേറ്റ് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ടാക്കിയ ഡോക്ടറേറ്റ് ഒന്നല്ല. ഞാൻ നിങ്ങളെക്കാളൊക്കെ കടമാണ്. പക്ഷേ അതിനോടുള്ള അർപ്പണാബോധവും പാഷനായിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ യൂസുഫ് ഭായ് എന്നുള്ള തൊപ്പിയും ഈ കോട്ടും സൂട്ടൊക്കെ ഇടാനുള്ള കാരണം തന്നെ
നമ്മളെന്തായിരിക്കണം, നമ്മളെ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ റിസൾട്ട് ഉണ്ടാവും. ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് കാണുന്ന എല്ലാ സെലിബ്രിറ്റികളും, എല്ലാ ബ്ലോഗേഴ്സും, എല്ലാ ടിക്ടോക്കേഴ്സും ഇന്ന് അവരുടെ പേരിൽ പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും സുഗന്ധമാണ്. സുഗന്ധങ്ങൾ പറക്കട്ടെ വാനോളം. 12ഓളം സ്ഥാപനങ്ങളിലേക്ക് എത്തി. അതെ, പല സ്ഥലങ്ങളിലായിട്ട്. അതെ. അവിടേക്ക് പോകുമ്പം നമുക്കറിയാം ഈ വഴി ബുർജുമാനിലേക്കൊക്കെ എത്തുമ്പം യൂസുഫ് ബായ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം, നമ്മുടെ ഒരു മലയാളിയുടെ ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും. അവിടേക്ക് വരുന്നതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന്. അത് ഒരുപക്ഷെ ഞാൻ വെറും പരസ്യത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളും ഇനി വരുന്ന മലയാളി മക്കളും എല്ലാവർക്കും അവർക്കും ആവണം. യൂസുഫ് ബായ്, നമ്മുടെ യൂസുഫ് കാക്ക് ഇങ്ങനെ ആവാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്നുള്ള തോന്നലുണ്ടാവണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, ഏത് അരുണിന് വേണമെങ്കിലും, അക്ഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിലും, യൂസുഫിനും വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡാവാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്പാർക്ക് ഉണ്ടാവണം, പാഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അർപ്പണബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ. ഒരുപക്ഷെ എൻ്റെ സക്സസിൻ്റെ കൂടെ എൻ്റെ മക്കളും എൻ്റെ ഫാമിലിയും എൻ്റെ ഈ കാണുന്ന ഈ യൂസുഫ് ബായി ആക്കിയത് ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയും, എൻ്റെ മാർക്കറ്റിലുള്ള എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫുകളും എൻ്റെ മക്കളൊക്കെ കൂടിയിട്ടാണ് യൂസുഫ് ബായിനെ ആക്കിയത്. ഒരുപക്ഷെ എൻ്റെ കുറവുകൾ നികത്തിയതും അവർ തന്നെയാണ്. യൂസുഫ് ബായി ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മണം ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ കുറവുകൾ നികത്തുന്നത് ഒരുപക്ഷെ ഒരു മണം എനിക്ക് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ എൻ്റെ അനിയനോ അല്ലെങ്കിൽ എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ മക്കളിൽപ്പെട്ട ആരെങ്കിലും പറയും ഇതിൽ വനീലയുണ്ടെന്നും ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മണമുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുമ്പോൾ യെസ്, ഇറ്റ്സ് ട്രൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കേൾവിക്കാരനാവാന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനായി കഴിഞ്ഞാൽ കേൾക്കുക, ഉൾക്കൊള്ളാൻ പഠിക്കുക. ഒരാൾ പറഞ്ഞു നോ 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 യു ഡോണ്ട് നോ, ഐ ആം പെർഫ്യൂമർ, ഐ ആം ഹൗ മെനി ഇയേഴ്സ് വർക്ക്, അത് ആ സിസ്റ്റം ഒഴിവാക്കുക. ആരും ഒരു ചെറിയ കുട്ടി പോലും പറയണം യൂസുക്ക ഇതിൽ അത്തറിൻ്റെ ഈ ഒരു പൈനാപ്പിളിൻ്റെ മണമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചുയിങ്കത്തിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞാൽ യെസ് 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 യെസ്. അത് കേൾക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്ക് സക്സസ് ആവാന്നുള്ള. പ്രൊഫഷൻ ഇതായതുകൊണ്ട് യൂസഫ് ബായ് പുകവലിയില്ല, മദ്യപാനമില്ല, ഇതൊക്കെ മാറ്റിവെച്ചു എന്ന് കേട്ടു, ശരിയാണോ? അതുകൊണ്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത്ലറ്റ്സ്, സ്പോർട്സ് മേഖലകളാണ്. എൻ്റെ സ്റ്റാമിനയും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സിൽ ചാലഞ്ചിങ് ആണ്. അത് പുഷപ്പ് ആവായിരിക്കാം, പുള്ളപ്പ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് കുട്ടികളായിട്ട് ചാലഞ്ച് ചെയ്തിട്ട് അവരുടെ കൂടെ ചാലഞ്ച് ചെയ്തിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പ്രായം ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചോളൂ. 60ൻ്റെ പടിവാതിക്കൽ എന്നറിയാം. എടുക്കെടുക്ക് പറഞ്ഞിട്ട് അങ്ങനെ നാറ്റിക്കരുത്. എത്രേ? ഞാൻ 57. 57. എത്ര പുഷപ്പ് എടുക്കും? ഞാൻ ചാലഞ്ച് ചെയ്തിട്ട് എടുത്തുള്ളത് 75 കണ്ടിന്യൂ. ഇപ്പോൾ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 50 അടിച്ചിട്ട് വേണമെങ്കിൽ നിർത്തിത്തരാൻ വേണമെന്നുണ്ടെങ്കിൽ 75 വരെ ഞാൻ ചാലഞ്ച് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. അത് പുള്ളപ്പാണെങ്കിൽ 45 നമ്മളൊരു 45 നമ്പേഴ്സ് പുള്ളപ്പ് അടിക്കാം. പുള്ളപ്പ് സാധാരണ ഒരു വ്യക്തിക്ക് 5-ൽ കൂടുതൽ സാധാരണക്കാരൻ പുള്ളപ്പ് ചെയ്യാറില്ല എന്നുള്ള. പക്ഷേ എന്തുകൊണ്ട് ഇത് യൂസുഫ് ബായ് ചെയ്യൂ? യൂസുഫ് ബായ് അമാനുഷികത ഒന്നുമില്ല. ഞാൻ ചെറുപ്പം മുതൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അന്ന് ചെറുപ്പത്തിൽ ഞാൻ ഈ പുഷപ്പ് ചെയ്തിരുന്നത് ഇപ്പോഴും ചെയ്തിരുന്നത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. നിത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഈ എരുമനെ പൊക്കണതാണ്. അങ്ങനെ അയാളെ എരുമനെ പൊക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആദ്യത്തെ ആ എരുമനെ പൊക്കാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാമെന്നുള്ളതിൽ പ്ലാൻ ഇട്ടിട്ട് അയാൾ ആദ്യമായിട്ട് ഒരു ചെറിയ എരുമനെ കുട്ടി എരുമനെ വളർത്തി അവനെന്നും അതിൻ്റെ തോളിൽ വെച്ച് പിറ്റത്തെ മാസം എല്ലാ ദിവസവും തോളിൽ വെച്ച് അവന് ആ എരുമ വലുതായത് അവനറിഞ്ഞില്ല. അവൻ മത്സരത്തിന് പോയപ്പോൾ അതിസാറായിട്ട് എരുമനെ പൊക്കി വെച്ചു. കാരണം അവനെന്നും ചെയ്യുന്ന ജോലിയായ കാരണം അവനക്കതിൽ മത്സരമായിട്ടോ അപ്പം നിത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തിരക്കിനിടയിൽ എങ്ങനെ സമയം കിട്ടുന്നു? ഒരു ദിവസം എത്ര മണിക്കൂർ മാറ്റി വയ്ക്കും? ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഫിറ്റ്നസ്സിന് വേണ്ടി മാറ്റി വയ്ക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആ 1 മണിക്കൂറാണ് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ ചെയ്യുന്ന ഈവൻ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളൊരു ലൂസ് ഷർട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിക്ക് ആവില്ല എന്ന് തോന്നും. ശരി. നിങ്ങളുടെ കൂടെ കംഫർട്ടുള്ള ഷർട്ട് ഉണ്ടായിച്ചാൽ തന്നെ നിങ്ങൾക്ക് തോന്നും
ഐ ലുക്ക് നൈസ്, ഫിറ്റ്നസ്. അല്ലെങ്കിൽ വയറ് കൊച്ചു ചാടിയത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ടക്ക് അടിപ്പിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പ്രയത്നിക്കുക. പിന്നെ എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഒരു അഭിപ്രായമാണ്, പരുണിന് പറയാം, യൂസുഫ് ഭായ് യു ലുക്ക് നൈസ് എന്ന് പറയാൻ നിങ്ങൾ മടിക്കരുത്. അത് ഞാൻ വന്നോടനെ പറഞ്ഞത്. അപ്പം അത് ആ കുറവ് നമ്മളിൽ വളരെ കുറവുണ്ട്. നല്ല ഡ്രസ്സ് ചെയ്താൽ, നല്ല മണമുണ്ടെങ്കിൽ, നല്ലൊരു നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ, അതിന് ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നുണ്ട് ഒരു മടിയും. അതാണ് എന്നെ എന്ന വ്യക്തിയെ, എന്നോട് എല്ലാ എൻ്റെ കുട്ടികളും വരുന്ന കുട്ടികളും വരുന്ന, യൂസുഫ് ഖാ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, യൂസുഫ് ഖാ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല, നിങ്ങൾ നന്നായി ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുട്ടികളെ മാതിരി ന്യൂ ജെന്നിൻ്റെ മാതിരി പോസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്. അതെന്നെ വീണ്ടും വീണ്ടും റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരുന്ന മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും ബഹുമാനിക്കാനും അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കുക. എയുടെ വരവ് ഒരുപാട് മേഖലകളിൽ ജോലി ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ യൂസഫ് ഖാ. ഈ പറയുന്ന പെർഫ്യൂം വിപണിയിൽ എയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടാവും? ഒരു പക്ഷേ ലോകത്ത് ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, എ ഐ എത്തപ്പെടാത്തൊരു മേഖല ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫ്യൂം മാത്രമാണ്. എ ഐക്ക് നമ്മൾ രണ്ടാളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്പീച്ച് ഇതേ വോയിസിൽ, ഇത് വോയിസ് മാറ്റിയിട്ടും ലേഡീസിൻ്റെ വോയിസ് ആയിട്ടും എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളർ മാറ്റാനും അല്ലെങ്കിൽ എൻ്റെ കളർ മാറ്റാനും എൻ്റെ ഏകദേശം എത്ര മുടിയുണ്ടെന്ന് പറയാനൊക്കെ അയക്ക് പറ്റും. ഒരു പക്ഷേ ഞാൻ എന്ന പെർഫ്യൂമറിൻ്റെ കയ്യിൽ ഒരു പക്ഷേ പെർഫ്യൂം ഉണ്ടെന്നോ, യെസ് ഐ ഹാവ്, ഇതാ ഈ പെർഫ്യൂം, ഈ ലോഗോ മാറ്റിയിട്ട് എ ഐ വേണമെങ്കിൽ എനിക്ക് തരും. ഓക്കെ, ഇതിൻ്റെ കളർ മാറ്റിത്തരും, ബോട്ടലിൻ്റെ ഷേപ്പ് മാറ്റിത്തരും. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ വോയിസ്, ഇപ്പോൾ നമ്മൾ പറയുന്ന വോയിസ്, ഇത് അടിക്കുന്ന സൗണ്ട് പോലും ഇത് വന്നുകൊണ്ടിരിക്കും. എൻ്റെ മോനെ തന്നെ വിളിക്കട്ടെ, ഇത് അടിച്ച മണം ഏതാണെന്ന് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയും. നോട്ട് ഏതാണെന്നറിയില്ല, അറിയോ? ഫ്രാഗ്രൻസും തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് ഭീഷണിയല്ല അത്, നമുക്ക് ഭീഷണിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വരുന്ന തലമുറകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മേഖലയിൽ ഏക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത റെഫറൻസ് ഒരുപക്ഷെ അയക്ക് പറയാം നിങ്ങൾക്ക് ചേരുന്ന മണം ഇതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു തരാമെന്നല്ലാതെ ഇതെന്താണ് ഈ മണം എന്താണെന്ന് എ പറയുമ്പോൾ ഞാൻ ഈ മൂക്ക് ചെത്തിയിട്ട് കീപ്പഡ് എടുത്തില്ല. പക്ഷേ ആ മണം എനിക്ക് പെരുത്തിഷ്ടമായി. അതൊക്കെ അത് ആ മണം മോനക്ക് കിട്ടി. എ എന്നുള്ള വ്യക്തിക്ക് ചോദിക്കുന്നതിൻ്റെ അകത്ത് ഏത് നോട്ട്സ് ആണെന്ന് നിങ്ങൾ പറ. യൂസുഫ് ഭായ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? യൂസുഫ് ഭായ് എന്നുള്ള ആൾ ഒരുപക്ഷെ പെർഫ്യൂം ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ഇത് തന്നെയാണ് പെർഫ്യൂം. ഇത് ഒരു തവണയാണോ ഉപയോഗിക്കുന്നത്? അല്ല, ഞാൻ ഒരുപാട് തവണ പെർഫ്യൂം ഉപയോഗിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അറിയോ? അവൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി അഹമ്മദ് ദാ വന്നു, കാണുന്നതിന് മുമ്പ് പറഞ്ഞു ഇതാ വന്ന് ഇന്നാൾ, അയാൾ വന്ന ഒരു മണമുണ്ടല്ലോ, ഏത് പുതിയ പെർഫ്യൂം, എന്തുകൊണ്ടാണ് പുതിയ പുതിയ ബ്രാൻഡുകളും പുതിയ പുതിയ ലേറ്റസ്റ്റ് പെർഫ്യൂം ഉപയോഗിക്കും? അത് ഇന്ന ആൾ വന്നു, ഇന്ന ആളെ ഫ്രാഗ്രൻസ്, ഇന്ന് ഏത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചോദിച്ചുകൊണ്ടേയിരിക്കും അവർ. ഇന്ന് ഏതാണ് ലേറ്റസ്റ്റ് പെർഫ്യൂം ലവേഴ്സ്, എല്ലാ ഓഫീസിലും പെർഫ്യൂം ലവേഴ്സ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരെല്ലാവരും ഏറ്റവും കൂടുതൽ അവരുടെ ചർച്ചകളിൽ ഏറ്റവും മോർണിംഗ് ടൈമിൽ ഇന്ന് ഏതാ പെർഫ്യൂം നീ ഉപയോഗിച്ചത് എന്നാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. സലാമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല മണമുണ്ടല്ലോ, അപ്പോൾ അത് ഇന്ന ആൾ അല്ലെങ്കിൽ യൂസുഫ് ഭായ് ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് മേടിച്ചു. ഞാൻ ഒരിക്കലും ഞാൻ പറയാറില്ല നിങ്ങൾ ഒരിക്കലും യൂസുഫ് ഭായിലേക്ക് നിന്നാണോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലായിടത്തും നിങ്ങൾ പെർഫ്യൂം മേടിക്കുക. സുഗന്ധമാണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് കോൺഫിഡൻസ് തരുന്ന, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പെർഫ്യൂം. നോട്ട് സിഗരറ്റ്, നോട്ട് ഡ്രിങ്കിങ്, നിങ്ങളുടെ ഹെൽത്തിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പെർഫ്യൂം. എന്തിനാണ് നമ്മളതിന് പിഷ്കത്തരം കാണിക്കുന്നത്? നിങ്ങളുടെ അരുൺ വന്നിട്ട് അരുണിൻ്റെ മണം ഉണ്ടല്ലോ, എന്ത് സംഭവം, അത് പറയാൻ നിങ്ങൾ പരസ്യത്തിന് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്? അതിനേക്കാൾ ഈസിയല്ലേ നിൻ്റെ നല്ലൊരു മണമുണ്ട്, അരുൺ വരുമ്പോൾ ആൾ തറവാടിയിട്ടാ എന്ന് പറയണതിന് എന്തിനൊരു മടി വരുത്തുന്നത്? ലെറ്റ്സ് ഡു ഇറ്റ്, യൂസ് ദ പെർഫ്യൂം ഈച്ച് ആൻഡ് എവരി വൺ. ഒരു സ്ഥാപനത്തിൽ നിന്ന് 12 സ്ഥാപനമായി, എന്താണ് യൂസുഫ് ഭായിന് ഏറ്റവും വലിയ ആഗ്രഹം? എൻ്റെ ആഗ്രഹം, യൂസുഫ് ഭായിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ മക്കളും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെയുള്ള എൻ്റെ മക്കളാണ്. അപ്പോൾ മക്കൾ അതിനൊരു ബ്രാൻഡാവണം. നാളെ ഒരിക്കൽ നിങ്ങൾ ഏത് ബിഗ് ഷോപ്പിംഗ് മാളിലും അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീയിലോ എവിടെ പോയി കഴിഞ്ഞാലും യൂസുഫ് ഭായിയുടെ പെർഫ്യൂം ബോട്ടിൽ കണ്ടിട്ട് പറയണം, നമ്മുടെ യൂസുഫ് ഭായിയുടെ പെർഫ്യൂം അല്ലേ ഇരിക്കണേ എന്നുള്ള ഒരു പ്രൗഡ് ഉണ്ടാവണം. ലോകത്തിൻ്റെ അൽഹംദുലില്ലാ ആദ്യമായിട്ട് പടച്ചവനോട് സ്തുതി പറയുന്നു, ഈച്ച് ആൻഡ് എവ്രി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ പെർഫ്യൂം എത്തുന്നുണ്ട്. ഞങ്ങൾ എത്ര വിൽക്കുന്നതിൻ്റെ വോളിയം വെച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം, എല്ലാ വീട്ടിലും യൂസുഫ് ഭായിയുടെ ഒരു പേരുണ്ടാവട്ടെ എന്നുള്ള ഒരു പെർഫ്യൂം ബോട്ടിൽ. കഷ്ടപ്പാടും കഠിനാധ്വാനവും കൊണ്ട് തന്നെയാണ് ചാവക്കാട് കടപ്പുറത്ത് നിന്ന് താങ്കൾ ഫ്രാൻസിലെ സർവകലാശാലയിലെ സിലബസിലേക്ക് വരെ എത്തിയത്.
തീർച്ചയായിട്ടും. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. സുഗന്ധം പരത്താനാവട്ടെ. സുഗന്ധം ആഗോളതലത്തിൽ പരത്തി മലയാളികളുടെ അഭിമാനവും അതേ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. ശ്രമം.